Hello, my dear students. Electrostatics combination of capacitors ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് ആക്ച്വലി പോകേണ്ടത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിലെ പ്രോബ്ലത്തിലേക്കാണ്. ബട്ട് അതിലേക്ക് പോവാതെ നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം നമ്മൾ ഇനി കമ്മിങ് ലെക്ചേഴ്സിൽ റെസിസ്റ്റൻസ് സീരീസ് ആൻഡ് പാരലൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. റെസിസ്റ്റൻസ് സീരീസ് ആൻഡ് പാരലൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം പിന്നെ അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ പ്രോബ്ലം റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇൻ കേസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ നമുക്കറിയാം ഇക്വേഷൻ C is equal to, that is effective capacitance C is equal to C1 plus C2 plus C3, അതായത് കപ്പാസിറ്റൻസ് കൂടും. ബട്ട് ഇൻ കേസ് ഓഫ് റെസിസ്റ്റൻസ് the effective resistance in parallel എന്ന് പറയുമ്പോൾ 1/R equal to 1/R1 plus 1/R2 plus 1/R3 ആണ്. ആ ഒരു വ്യത്യാസമാണ്. ഇനി സീരീസ് ആകുമ്പോൾ അതേപോലെ തിരിച്ചു വരും. അപ്പൊ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതൊക്കെ ഒരേ മെത്തേഡ് ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയാണ് ഒരു ജസ്റ്റ് കമ്പാരിസൺ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം പ്രോബ്ലത്തിന്റെ മെത്തേഡ് മനസ്സിലായിട്ട് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, സർക്യൂട്ട്സിൽ ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതായത് ഒരു സർക്യൂട്ടിൽ തന്നെ സീരീസും പാരലലും ഒരുമിച്ച് തരും. അപ്പൊ അത് ശരിക്കും നമ്മൾ റിസോൾവ് ചെയ്തിട്ട് എടുക്കാനാണ് നമുക്ക് അതിൽ ബുദ്ധിമുട്ട്. അപ്പൊ അത് റെസിസ്റ്റൻസിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുക. ബട്ട് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇക്വേഷൻ ഡിഫറെന്റ് ആവും. സീരീസ് ആവുമ്പോൾ പാരലൽ ആവുമ്പോൾ ആ ഇക്വേഷൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റെസിസ്റ്റൻസ് സീരീസ് ആവുമ്പോൾ ആഡ് ചെയ്യുക, കപ്പാസിറ്റൻസ് സീരീസ് ആവുമ്പോൾ 1/C എടുക്കുക ചെയ്യുക. അതുപോലെ പാരലൽ ആവുമ്പോൾ കപ്പാസിറ്റൻസിൽ ആഡ് ചെയ്യുക, റെസിസ്റ്റൻസിൽ 1/R എടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഫോർമുലേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ ഈ കപ്പാസിറ്ററിലെ എനർജിയുടെ ഇക്വേഷൻ എന്താ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. Let a capacitor is charging from zero potential to a potential difference V volt between the plates. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, or the charge is increasing from 0 to maximum Q. അതായത് ആദ്യം കപ്പാസിറ്റർ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല, സീറോ ചാർജ് ആണ്, പ്ലേറ്റിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ എന്ത് ചെയ്തു, പൊട്ടൻഷ്യൽ കൊടുത്തു. അപ്പൊ എന്താണ് നോർമലി ആ സീറോ എന്ന ചാർജ് ക്യൂവിലേക്ക് ഉയർന്നു. ഇപ്പൊ കപ്പാസിറ്റർ ചാർജ് പറയുന്നത് ക്യാപിറ്റൽ ക്യൂ ആണ്, മാക്സിമം ചാർജ് ആയി കഴിഞ്ഞു. അപ്പോൾ സീറോ നിന്ന് ക്യൂവിലേക്ക് എത്താൻ എത്രമാത്രം വർക്ക് ആണോ ചെയ്യുന്നത് ആ വർക്കാണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വർക്ക് ഡൺ കണ്ടാൽ മതി പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ചെറിയ ചാർജ് ഇൻക്രീസിംഗ് നടത്തോടെ സീറോ DQ എന്ന ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ വർക്ക് DW എന്ന വർക്ക് നമ്മൾ ആദ്യം കാണും. പിന്നെ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടി നമുക്ക് മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ആ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ. അപ്പൊ നോക്കാം, the work done in transferring a charge DQ from one plate to another at a potential difference V volt. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം W equal to QE ആണ്. ഇവിടെ ഇക്വേഷൻസ് dW is equal to VdQ. കാരണം ചെറിയ സീറോ DQ, അതായത് ചെറിയൊരു ചാർജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുത്ത വർക്ക് ചെറിയ വർക്ക്. ഇനി നമുക്കിത് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു DQ ആണ് ഉള്ളത്. അപ്പൊ DQ ആകുമ്പോൾ വിനെ ക്യൂവിന്റെ ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അവിടെ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം V എന്ന് പറയുന്നത് Q/C ആണ്. അപ്പൊ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ Q/C. സോ ഇക്വേഷൻ ബിക്കം dW is equal to Q/C dQ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം dW goes to W ആവും. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചാർജ് ആദ്യം സീറോ ആയിരുന്നു, Q വരെ എത്തിക്കാൻ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ 0 to Q/C dQ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാം, കോൺസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം എടുത്ത് പുറത്തു വെക്കണം. Here 1/C is the constant. So 1/C integral 0 to Q dQ. നമുക്കറിയാം x raised to n dx എന്ന് പറയുന്നത് x raised to n+1/n+1 ആണ്. അതായത് ഇവിടെ x ന് പകരം q ആണ്, q ന്റെ പവർ 1 ആണ്. അപ്പോൾ q raised to 1+1/1+1 ആവും. So it goes to q²/2. അപ്പോൾ ഇന്റഗ്രൽ q dq goes to q²/2. ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ W is equal to, that is 1/C q²/2 limit 0 lower limit and upper limit capital Q. So equation become 1/C q²/2 minus 0. So the total work done in charging the capacitor from 0 charge to capital Q is equal to q²/2C. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചാർജിന്റെയും കപ്പാസിറ്റിന്റെയും ടേംസിലാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. That is q²/2C.
നമുക്കിനി ഇതിന്റെ കപ്പാസിറ്റൻസിന് വോൾട്ടേജിന്റെ ടേമിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. വി ഹാവ് ദി ഇക്വേഷൻ Q equal to CV. അപ്പോൾ CV കൊടുത്തു കഴിഞ്ഞാൽ we will get half CV square. അപ്പോൾ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻ half CV square ആണ്. കാരണം നമുക്കറിയാം kinetic energy half mv square, potential energy of a stretched spring half kx square പോലെ പഠിക്കാൻ എളുപ്പമാണ്. The potential energy of a അല്ലെങ്കിൽ energy stored in a capacity is equal to half CV square. ഇനിയും വേണേ നമുക്ക് മാറ്റി എഴുതാം. അതായത് in terms of charge and voltage ആണ്. So C is equal to Q by V ആണ്. അപ്പോൾ C ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ it become half QV. അപ്പോൾ നമുക്ക് ഒന്നിന് Q square by 2C എഴുതാം, അല്ലെങ്കിൽ half CV square എഴുതാം, അല്ലെങ്കിൽ half QV എഴുതാം. ഇതെല്ലാം എനർജി ഓഫ് എ കപ്പാസിറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കപ്പാസിറ്റേഴ്സിന്റെ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. Q equal to CV പഠിക്കുന്നതോടൊപ്പം തന്നെ C is equal to epsilon 0 A by D in terms of area and distance between the plate. അതേപോലെ കപ്പാസിറ്റൻസിന്റെ എനർജിനെ ഏരിയയ്ക്കും ഡിസ്റ്റൻസ് ഡി എന്ന ടേമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. ലെറ്റ് A be the area of capacitor plates and D is the separation between the plate. Let E be the electric field produced in the space between plates due to the potential difference V. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമ്മൾ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം then എനർജി സ്റ്റോർഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. U എന്ന് പറയുന്നത് half CV square ആണ്. ഇനി നമുക്ക് എന്താ ഇന്റൻഷൻ? നമുക്ക് ഇന്റൻഷൻ എന്ന് പറയുന്നത് എനർജിനെ എന്തിന്റെ ടേമിലേക്ക് കൊണ്ടുവരണം? എയും ഡിന്റെ ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കറിയാം C is equal to epsilon 0 A by D. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ become half epsilon 0 A by D into ED square. V ക്ക് കൊടുത്താണ് ED. അപ്പോൾ ഇതിലൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ half epsilon 0 E square AD. ഇതാണ് എനർജി സ്റ്റോർഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനി നമ്മുടെ ആവശ്യം എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ മതി. വോളിയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് ബിക്കം വോളിയം. കാരണം കപ്പാസിറ്റർ പ്ലേറ്റ് ചെയ്ത് A ആണ്, ആ രണ്ട് പ്ലേറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ ആ ലെങ്ത്തും ആ ഏരിയയും കൂടി മൾട്ടിപ്ലൈ അതിന് വോളിയം കിട്ടും. സോ ADയും വോളിയം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇക്വേഷൻ ബിക്കം half epsilon 0 E square. സോ half epsilon 0 E square എന്ന് പറയുന്നത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ പെർ യൂണിറ്റ് വോളിയം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം. In parallel plate capacitor, the energy is stored in the electric field between the capacitor plates. അപ്പോൾ ഈ ടോപ്പിക്കോടുകൂടെ കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് മുഴുവൻ തീരുകയാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടൊരു കാര്യം പറയാം. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഒരു ജനറേറ്റർ ആണ്, ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്ന ജനറേറ്റർ ആണ്. അപ്പോൾ ഇത് നോർമലി CBSE സ്റ്റുഡൻസിന് ഈ ടോപ്പിക് ഓൾറെഡി ഇല്ല, അവർക്ക് അത് ഒഴിവാക്കിയ ടോപ്പിക്കാണ്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ് അവർക്ക് അതിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അല്ലാണ്ട് വർക്കിങ്ങോ അതിന്റെ അതൊന്നും അത്ര വലിയ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. So what is Van de Graaff generator? Van de Graaff generator is a device used to generate high voltage in order of million volt. ഈ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പല ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ വെച്ചാൽ ഒരു വലിയ സ്പിയർ ഉണ്ടാവും, ആ സ്പിയർ ടച്ച് ചെയ്യുന്നുണ്ടാവും, ക്ലിയർ ടച്ച് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് പോലെ ഇങ്ങനെ നിൽക്കും. That's Van de Graaff generator. അതായത് ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് Van de Graaff generator. അപ്പോൾ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. If a small charged spherical conductor is placed in concentric with a large spherical conducting shell, the potential at the surface of the inner conductor, that is small one, is always greater than the potential on outer shell, that is bigger one, even if the charge on outer shell is greater than the charge present in the inner shell. അതായത് ഒരു വലിയ സ്പിയർ ഉണ്ട്, ചെറിയ സ്പിയർ ഉണ്ട്. വലിയ സ്പിയറിന്റെ ഉള്ളിലാണ് നമ്മൾ ചെറിയ സ്പിയർ വെച്ചിരിക്കുന്നത്. ഇനി ചെറിയ സ്പിയറിൽ എത്ര ചാർജ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ വലിയ സ്പിയർ എത്ര ചാർജ് ഉണ്ടെങ്കിലും, ചെറിയ ഉള്ളിൽ വെക്കുന്ന സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് if we connect the inner and outer sphere by a wire, charge will readily flows from the inner sphere to outer. അതുകൊണ്ട് എപ്പോഴും എന്താ ചെയ്യുക, ഒരു കണ്ടക്ടിംഗ് വയർ ഇന്നർ സ്പിയർ ഔട്ടർ സ്പിയറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ സ്പിയറിന് ഔട്ടർ സ്പിയറിലേക്ക് എപ്പോഴും ചാർജ് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം. അത് നമുക്ക് ജസ്റ്റ് ഒരു അനലോഗ് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയാം. വി ഹാവ് എ ബിഗ് സ്പിയർ. ആ സ്പിയറിന്റെ സർഫസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ് വിചാരിക്കും. ഇനി നമുക്ക് ചെറിയ സ്പിയർ ഇറ്റ് ഈസ് 10 വോൾട്ട്.
അപ്പോൾ അത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി രണ്ട് സ്പിയർ നമ്മളൊരു കണക്ടിങ് വയർ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ വലിയ സ്പിയറിന്റെ വോൾട്ട് 20 വോൾട്ട് ആണ്, ചെറിയ സ്പിയറിന്റെ വോൾട്ട് 10 വോൾട്ട് ആണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെ നിന്ന് എങ്ങോട്ടാ ചാർജ് ഒഴുകുക, എപ്പോഴും ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഒഴുകുക. അപ്പോൾ ബിഗ് സ്പിയറിന് സ്മോൾ സ്പിയറിലേക്ക് എന്ത് ചെയ്യും, ചാർജ് ഫ്ലോ ചെയ്യും. ക്ലിയർ ആണ്. പക്ഷെ അടുത്ത ഒരു പോർഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ സ്പിയറിന്റെ ഉള്ളിൽ കൊണ്ടാണ് ചെറിയ സ്പിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ എവിടെ നിന്ന് എങ്ങോട്ടാ ചാർജ് ഒഴുകുക എന്ന് ക്വസ്റ്റ്യൻ വെച്ച് ശ്രദ്ധിക്കണം. അതായത് ബിഗ് സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസ് വോൾട്ടേജ് 20 വോൾട്ട് ആണ്. അതിനർത്ഥം ആ സ്പിയറിന്റെ ഉള്ളിൽ മുഴുവൻ അതായത് 20 വോൾട്ട് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് പറയും, ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കണ്ടക്ടിങ് ഷെല്ലിന്റെ ഉള്ളിൽ ഫീൽഡ് 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അതന്നെയായിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അതായത് ആ സ്പിയറിന്റെ സർഫസ് വോൾട്ടേജ് 20 ആണെങ്കിൽ ഉള്ളിൽ മുഴുവൻ 20 ആയിരിക്കും. അപ്പോ നമ്മൾ ചെറിയ സ്പിയർ കൊണ്ടുവയ്ക്കുന്നതിന് മുന്നേ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, 20 വോൾട്ട് ഉണ്ട്. അപ്പോ ചെറിയ സ്പിയർ 10 വോൾട്ട് ആയി. അപ്പൊ ചെറിയ സ്പിയർ മൊത്തം 30 വോൾട്ട് കിട്ടും. അതിനർത്ഥം ചെറിയ സ്പിയർ 1 വോൾട്ട് ആണെങ്കിലും ഇനി 0.5 വോൾട്ട് ആണെങ്കിലും എത്ര ചെറിയ വോൾട്ട് ആണെങ്കിലും നമ്മൾ വലിയ സ്പിയറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ കൂടുതൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചാർജ് എങ്ങോട്ടാ ഒഴുകുക, ഉള്ളിലത്തെ സ്പിയറിന് വെളിയിലേക്ക് സ്പിയറിലേക്ക് എന്ത് ചാർജ് ഒഴുകും. ഇതാണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിന്റെ പിക്ചർ. നമുക്ക് വർക്കിംഗ് നോക്കാം. അവിടെ മെറ്റൽ ബ്രഷ് ഉണ്ട്. മെറ്റൽ ബ്രഷ് ഡെലിവറിംഗ് ചാർജസ് ഫ്രം ദ സോഴ്സ് ചാർജ് എടുത്തിട്ട് ആ നോൺ കണ്ടക്ടിങ് ബെൽറ്റിലേക്ക് അത് ജസ്റ്റ് കൊടുക്കും. അപ്പോൾ അവിടെ മോട്ടോർ ഡ്രിവൻ പുള്ളി ഉണ്ട്. ആ മോട്ടോർ ഡ്രിവൻ പുള്ളി കറങ്ങുമ്പോൾ ആ നോൺ കണ്ടക്ടിങ് ബെൽറ്റിലെ ചാർജ് കൊണ്ട് നോൺ കണ്ടക്ടിങ് ബെൽറ്റ് മേലെത്തുമ്പോൾ നമുക്കറിയാം ചെറിയ സ്പിയറിൽ ചാർജ് കൊടുക്കുമ്പോൾ ചെറിയ സ്പിയർ എപ്പോഴും പൊട്ടൻഷ്യൽ എന്തായിരിക്കും, വലിയ സ്പിയറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നോർമലി എന്ത് ചെയ്യും, ആ കണ്ടക്ടിങ് ബ്രഷിലൂടെ അത് വലിയ സ്പിയറിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ തിരിച്ചു വരുമ്പോൾ ആ ബെൽറ്റിൽ ഒരു ചാർജും ഉണ്ടാവില്ല. വീണ്ടും ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർഫസ് വലിയ സ്പിയറിൽ ചാർജ് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും, അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ ട്രമണ്ടസ് ആയിട്ട് കൂടും. അങ്ങനെ അത് വലിയ വോൾട്ടേജ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോർമലി ഇക്വേഷൻ പാർട്ട് കൂടി നോക്കാം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി വർക്കിംഗ് ജസ്റ്റ് അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ വർക്കിംഗ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അതിന്റെ ഇക്വേഷൻ പാർട്ട് കൂടി നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് നമുക്ക് പോവാം. ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ഔട്ടർ കണ്ടക്ടർ, അതായത് വലിയ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ അതാണ് V of R is equal to 1/4 pi epsilon 0 into capital Q by capital R plus small q by capital R. ശ്രദ്ധിക്കണം. അതായത് 1/4 pi epsilon 0 Q by R ആണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ക്യാപിറ്റൽ Q by R വന്ന് നമുക്ക് അറിയാം. കാരണം സ്പിയറിന്റെ പൊട്ടൻഷ്യൽ കാണിക്കുക 1/4 pi epsilon 0 Q by R. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് വലിയ സ്പിയറിന്റെ ചാർജ് ആണ്. R എന്ന് പറയുന്നത് ആ വലിയ സ്പിയർ റേഡിയസും ആണ്. ബട്ട് പിന്നെ എന്തുകൊണ്ടാണ് Q by capital R സ്മോൾ Q by capital R വരാൻ കാരണം, സ്മോൾ Q എന്ന് പറയുന്നത് ചെറിയ സ്പിയറിന്റെ ചാർജ് ആണ്. അപ്പൊ ചെറിയ സ്പിയർ കൊണ്ട് വലിയ സ്പിയറിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ സ്മോൾ Q by capital R കൊടുത്തത്. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ഇന്നർ കണ്ടക്ടർ, ദാറ്റ് ഈസ് a small sphere, that is V of small r. Small r is equal to 1/4 pi epsilon 0 capital Q by R plus small q by small r. That is 1/4 pi epsilon 0 capital Q by capital R വരാൻ കാരണം നമുക്ക് ആ വലിയ സ്പിയറിന്റെ സർഫസ് പൊട്ടൻഷ്യൽ എന്താണോ അതന്നെയായിരിക്കും ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അത് ഓൾറെഡി കൂട്ടണം. പ്ലസ് ഈ ചെറിയ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ that is Q by small r. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. വലിയ സ്പിയർ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ക്യാപിറ്റൽ ആണ്, ചെറിയ സ്പിയർ നോക്കുമ്പോൾ ഒന്ന് ക്യാപിറ്റൽ ആണ്, സ്മോൾ ആണ്. ഇക്വേഷൻ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം. അപ്പൊ നമുക്ക് നോർമലി അറിയാം ചെറിയ സ്പിയർ എന്ന് വലിയ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടണം. നമുക്ക് നോക്കാം. സോ V of small r minus V of capital R is equal to 1/4 pi epsilon 0 into capital Q by capital R plus small q by small r minus 1/4 pi epsilon 0 capital Q by capital R plus small q by capital R. അതിൽ 1/4 pi epsilon 0 ഇക്വേഷൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് നമുക്കറിയാം 1/4 pi epsilon 0 capital Q by R ഇവിടെ minus 1/4 pi epsilon 0 capital Q by R cancel ചെയ്തു. So remaining equation become 1/4 pi epsilon 0 take it outside എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് small q by small r minus small q by capital R. അപ്പോൾ ഇതിൽ q take it outside, the equation become q by 4 pi epsilon 0 1 by small r 1 minus 1 by capital R. അപ്പോൾ നോക്കാം, small r എന്ന് പറയുന്നത് ചെറുതാണ്, 1 by r വലുതാണ്. സോ 1 by capital R എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ആ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് വാല്യൂ ആണ്. ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി,
ചെറിയ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എപ്പോഴും വലിയ സ്പിയറിനെക്കാളും കൂടുതൽ. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ പഠിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റോടാണ് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട എത്രയാണ്, അതിൽ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഒരു ചാർജ് കണ്ടക്ടിങ് ഷെല്ലില് സർഫസ് വോൾട്ടേജ് എന്താണോ അത് എത്രയാണോ വോൾട്ടേജ് ഉണ്ടാവുന്നത് ആ വോൾട്ടേജ് ആയിരിക്കും ഉള്ളിൽ മുഴുവൻ ഉണ്ടാവുക, പക്ഷെ ഫീൽഡ് ഉണ്ടാവില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്, ഫീൽഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, പൊട്ടൻഷ്യൽ എക്സിസ്റ്റ്. Potential is non-zero, field is zero. Field does not exist, but potential exists. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൂടിയാണ് നമുക്ക് ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിലൂടെ നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്, എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്ററും അതുപോലെ തന്നെ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററും. ഈ രണ്ട് കൺസെപ്റ്റുകളിലും ഇനി എന്തെങ്കിലും ക്ലിയർ ആവാതെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം, ആൻസർ ചെയ്യുന്നതായിരിക്കും. എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്ററും പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററും വർക്കിംഗ് മനസ്സിലായി വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.